Hi students, welcome back to QA Focus. ഇന്ന് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഥിലിൻ ഡൈഅമീൻ ടെട്രാ അസറ്റേറ്റ് EDTA അയോണീസ്. നമുക്കിവിടെ ഓപ്ഷനായിട്ട് തന്നിരിക്കുന്നത് ഹെക്സാഡെൻഡേറ്റ് ആണ്. 4 ഓക്സിജൻ ആൻഡ് 2 നൈട്രജൻ ഡോണർ ആറ്റംസ് ആയിട്ട് അതിനകത്തുണ്ട്. പിന്നെ അടുത്ത ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. അടുത്തതിനകത്ത് പറയുന്നത് ബൈഡെൻഡേറ്റ് ലിഗാൻഡ് വിത്ത് 2 നൈട്രജൻ ഡോണർ ആറ്റംസ് എന്നാണ്. ലാസ്റ്റ് വൺ ട്രൈഡെൻഡേറ്റ് ലിഗാൻഡ് വിത്ത് 3 നൈട്രജൻ ഡോണർ ആറ്റംസ് ഉണ്ടെന്നാണ്. ഈ ക്വസ്റ്റ്യൻ 2021 നീറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്കിതെന്താ നമുക്ക് നോക്കാം. എഥിലിൻ ഡൈഅമീൻ ടെട്രാസെറ്റേറ്റ് EDTA പറയുമ്പം CH2 N2COO മൈനസ് CH2. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, അറിഞ്ഞുകൂടാത്തൊരു ഒപ്പം തന്നെ അങ്ങ് പഠിച്ചു പോയിക്കണം കേട്ടോ. ഇനി ഇതിനായിട്ട് വേറെ ടൈം സ്പെൻഡ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെ നൈട്രജൻ 2 എണ്ണം ഉണ്ട്. അതുപോലെ O- ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെയും മൊത്തം 4 എണ്ണം ഉണ്ട്. അതായത് ഇവിടുത്തെ ഡോണർ ആറ്റം എന്ന് പറയുന്നത് രണ്ട് നൈട്രജൻ ഉണ്ട്, 4 ഓക്സിജൻ ഉണ്ട്. ഇവിടെ 2 എണ്ണം വരും, ഇവിടെയും 2 എണ്ണം വരും. ടോട്ടൽ 4 ഓക്സിജൻ വരും. എന്ന് വെച്ചാൽ ഇവിടെ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. 6 എണ്ണം ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഏത് ലിഗാൻഡാണ്? ഹെക്സാഡെൻഡേറ്റ് ആണ്. ഇതിനകത്ത് ഡോണർ ആറ്റം 2 നൈട്രജനും 4 ഓക്സിജനും. ഏത് ഓപ്ഷൻ വന്നിരിക്കുന്നത്? ഫസ്റ്റ് വൺ. ഹെക്സാഡെൻഡേറ്റ് ആണ്. 4 ഓക്സിജനും 2 നൈട്രജനും ഡോണർ ആറ്റമായിട്ട് വരും. ഓക്കെ, അത് 2021 ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ 2015 നീറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2015 ക്വസ്റ്റ്യൻ നെയിമിംഗ് ആണ്. ദ നെയിം ഓഫ് ദി കോംപ്ലക്സ് അയോൺ FeCN6 3- നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൻ്റെ നെയിം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം സയനിഡോ ആണ് ലിഗാൻഡ്. 6 എണ്ണം ഉണ്ട്. 6 എണ്ണം ഉള്ളപ്പോൾ അത് ഹെക്സയാണ്. ഹെക്സ സയനിഡോ. Fe ആണ്. ഫെറൈറ്റ് 3 അയോൺ ആണ്. ഈ നെയിമിങ്ങും അതുപോലെ തന്നെ ഓക്സിഡേഷൻ നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിൻ്റെയും വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നേക്കാം. കൂടുതൽ എക്സാമ്പിൾസ് അതിനകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആ കൂടുതൽ എക്സാമ്പിൾസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സാമിന് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ലിങ്ക് തന്നേക്കാം, കാണാൻ മറക്കരുത്. കൂടുതൽ വർക്കൗട്ട് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്കതൊന്നും കൂടി ക്ലിയർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറന്നു പോകരുതേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? വായിച്ചു നോക്കി. ഒരു കോംപ്ലക്സ് തന്നിട്ടുണ്ട്. PyNH3Cl. ഓക്കെ, ഇതിനകത്ത് ഹൗ മെനി ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് എത്ര ഉണ്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ മെറ്റലാണ്. ദെൻ നമുക്ക് ബാക്കി വരുന്നത് 1, 2, 3, 4 എണ്ണം ഉണ്ട് അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഇതിനെ PQR നമുക്കങ്ങ് ഒരു നെയിമിങ് കൊടുക്കാം. PQRS എന്ന് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കോംപ്ലക്സ് MPQRS ടൈപ്പിൽ വരുന്നതാണ്. ഇങ്ങനെ വരുന്ന കോംപ്ലക്സിൻ്റെ ഐസോമേഴ്സ് എന്ന് പറയുന്നത്
ഒരെണ്ണം PQRS ആണ്. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് ക്യൂവും ആറും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് വരും. ആറും ക്യൂവും. ഇവിടെ ആരുണ്ട്? എസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു ഫോം എന്ന് പറയുന്നത് PR, ദെൻ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിട്ട് വരിക, ക്യൂവും എസും. അപ്പോൾ ടോട്ടൽ MPQRS ഫോമിൽ വരുന്ന കോംപ്ലക്സിന് ടോട്ടൽ എത്ര ഐസോമേഴ്സ് ഉണ്ടായിരിക്കും? 3 ഐസോമേഴ്സ് ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ P എന്ന് എഴുതിയിരിക്കുന്നത് PY ആണ്, ഇത് NH3 ആണ്, R എന്ന് പറയുന്നത് BR ആണ്, ദെൻ S എന്ന് പറയുന്നത് CL ആണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് NH3യും BRും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിട്ട് വരുന്നു. ഇവിടെ വരുമ്പോഴത്തേക്കും ക്യൂവും എസും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിട്ട് വരുന്നു. ഓക്കെ, QS എന്ന് പറയുമ്പോഴത്തേക്കും ഇത് NH3യും SCLും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിട്ട് വരുന്ന ഫോമാണ്. ഓക്കെ, the next question is, which one of the following is an ambidentate ligand? ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതായത് ഇതിനകത്തെ ഒന്നിൽ കൂടുതൽ ഡോണർ ആറ്റംസ് അതിനകത്തുണ്ടായിരിക്കും. ആ ഒന്നിൽ കൂടുതൽ വരുന്ന ഡോണർ ആറ്റംസിന് ഇതിൻ്റെ സെൻട്രൽ അയോണുമായിട്ട് അല്ലെങ്കിൽ ആറ്റവുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ SCN ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ്? ഇതിനകത്ത് സൾഫറിനും സെൻട്രൽ അയോണുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ Nനും ബോണ്ട് ഫോം ചെയ്യാനായിട്ട് പറ്റും. ഇത് രണ്ടും ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യും? ഡോണർ ആക്റ്റീവായിട്ട് ആക്ട് ചെയ്യും. സൾഫറും ആക്ട് ചെയ്യും, നൈട്രജനും ആക്ട് ചെയ്യും. അപ്പം ലിഗാൻഡ്സ് വിച്ച് ഹാസ് 2 different donor atom is called ambidentate ligand. നമ്മളങ്ങനെയാണ് നമ്മളതിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡോണർ ആറ്റംസ് വരുന്നതിനെയാണ് നമ്മൾ ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് എന്ന് പറയുന്നത്. ഇതിന് വേറൊരു എക്സാമ്പിളാണ് NO2 ഇതിൻ്റെ വേറൊരു എക്സാമ്പിളാണ്. അവിടെയും നൈട്രജൻ ഡോണറായിട്ട് ആക്ട് ചെയ്യും, ഓക്സിജനും ഡോണറായിട്ട് ആക്ട് ചെയ്യും. ഇതും ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡാണ്. ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡാണ്. ഈ ക്വസ്റ്റ്യൻ 2020 കീമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 2020 കീമിൻ്റെ ക്വസ്റ്റ്യനാണ് ഇത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡോണർ ആറ്റം ഇൻ EDTAR. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. നീറ്റിൻ്റെ ക്വസ്റ്റ്യനിൽ 2021 നീറ്റിൻ്റെ ക്വസ്റ്റ്യനാണ്. 2021 നീറ്റിൻ്റെ ക്വസ്റ്റ്യനാണ്. പക്ഷേ സെയിം ക്വസ്റ്റ്യൻ തന്നെ വേറൊരു ഫോമിൽ 2019 കീമിന് ചോദിച്ചിട്ടുണ്ട്. 2019 കീമിന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ അകത്തുനിന്ന് പറയുന്നത് 4 ഓക്സിജനും 2 നൈട്രജനുമായിരിക്കും എന്ന് പറഞ്ഞു. അത് ഹെക്സാഡെൻറ്റേറ്റ് ലിഗാൻഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഹെക്സാഡെൻറ്റേറ്റ് ലിഗാൻഡ് ആണ്. അതിൻ്റെ താരുണ്ട് 4 ഓക്സിജൻ ഡോണർ ആറ്റമായിട്ട് ആക്ട് ചെയ്യും, അതുപോലെ 2 നൈട്രജനും. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ. ഓക്കെ, ഇത് തന്നെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അതായത് ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് എന്ന് പറയുന്നത് 2020 കീമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ഐസോമേഴ്സ് ചോദിച്ചിട്ടുള്ളത് 2011 നീറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, ഇനി കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉള്ള വീഡിയോ ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ തന്നേക്കാം, നോക്കാനായിട്ട് മറന്നു പോകരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറന്നു പോകരുതേ.